ബഡി ത്തിന് തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ പരിചയപ്പെട്ട കോഴിയാണിത്. പിണ്ണാക്ക് പോലും തിന്നുന്ന കോഴിയാണ് നിങ്ങൾ കാണുന്നത്. പോത്തിനെ നമ്മളവിടെ ഇരുത്തി തീറ്റിക്കണം. കാരണം ഈ തീറ്റ ഇങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ പോത്തിന് തിന്നാൻ പറ്റില്ല. പക്ഷെ കൊച്ചിനെയും വെച്ചോണ്ട് പോത്തിൻ്റെ അടുത്ത് നിന്ന് തീറ്റ കൊടുക്കുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. കൊച്ചാണെങ്കിൽ എന്നെ അതിൻ്റെ ഇടയ്ക്കിട്ട് ചവിട്ടി മെതിക്കുന്നുണ്ട്. ആക്ച്വലി കൊച്ചിനെയും കൊണ്ട് വരുമ്പോൾ നല്ല റിസ്ക്കാണ്. കൊച്ചിനെ എടുത്ത് പോത്തിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. ഇന്നലെ തുടങ്ങി ഈ കോഴി ഞങ്ങളുടെ പിറകെയാണ്. ഇന്നലെ വൈകുന്നേരം പോത്തിന് തീറ്റ കൊടുക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ പിറകെയായിരുന്നു. ഇന്നും ഞങ്ങളുടെ പിറകെയായിരുന്നു. ഇങ്ങനെ നമ്മുടെ പിറകെ ചുറ്റിപ്പറ്റി നടക്കും. പിന്നെ അതിന് മനസ്സിലായി അതിന് കോഴിത്തീറ്റയല്ല, അത് പോത്തിന് കൊടുക്കുന്ന തീറ്റയൊന്നും മനസ്സിലായിട്ടോ മറ്റത് തിന്നില്ല. പിന്നെ ഞാനതിനെ കുഞ്ഞിനാണെങ്കിൽ കോഴി, ആട് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനോട് ഇരിക്കുകയാണ്. ഞാൻ വീണ്ടും പോത്തിൻ്റെ തീറ്റ മറിച്ചിട്ട് കൊടുത്താണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ പോത്തിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് ഇവിടെ കുറച്ച് അഴുക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് മാങ്ങയിഞ്ചി പെറുക്കാണ്. ഇവിടെ മുന്നേ തന്നെ മാങ്ങയിഞ്ചിയുള്ള സ്ഥലമാണ്. പക്ഷെ ഞാനവിടെ എൻ്റെ പോത്തിനെ കെട്ടിയ സ്ഥലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മാങ്ങയിഞ്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കൈ വെച്ചൊന്ന് നോക്കാമെന്ന് കരുതി മണ്ണൊക്കെ ഒന്ന് മാന്തി നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലോട്ട് കുറച്ച് മാങ്ങയിഞ്ചി കണ്ടു. പക്ഷെ കൈ കൊണ്ട് പറിക്കാൻ പറ്റിയില്ല. ഒന്നാമത് കൊച്ച് ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ വീഡിയോ നന്നായിട്ട് ഷെയ്ക്കായി ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇതെടുത്തേക്കണം. കാരണം വീഡിയോ നല്ല കറക്റ്റ് ആ പോയിൻ്റ് കിട്ടുന്നുണ്ടായില്ല. കാരണം കൊച്ചെൻ്റെ കയ്യിലിരിക്കുന്നു, മറ്റേ കൈ കൊണ്ട് ഒരു കണക്കിനാണ് ഇതെടുത്തത് തന്നെ വീഡിയോ. അപ്പോൾ വീഡിയോ നല്ല രീതിക്ക് ഷെയ്ക്കായി ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പടർന്ന് കിടക്കാണ്. കൊച്ച് സമ്മതിക്കാത്തതുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. കണ്ടോ മാങ്ങയിഞ്ചി കൈയിട്ട് പറിക്കാൻ നോക്കി നടക്കുന്നില്ല. ലാസ്റ്റ് എൻ്റെ മാത്തനെ ഒരു മുട്ട കൊടുത്തിട്ട് വരാമെന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്നു. പക്ഷെ കൈ നിറച്ച് അഴുക്കായിരുന്നു. എന്നാലും അവൻ തലപൊക്കി ഞാനൊരു മുട്ട കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.